ഹാപ്പി ബർത്ത്ഡേ സംഭവം തന്നെ. വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ബാലയുടെ NBK 109 മൂവിയുടെ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. ദ സ്പെഷ്യാലിറ്റീസ് ടുഡേസ് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ബാലയ്യ. അപ്പൊ ഈ ഒരു മൂവിയുടെ നമ്മൾ എന്തോ ഒരു സംഭവം റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലിംസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് തോന്നുന്നു. ബോബി കൊല്ലിയാണ് ഡയറക്ടർ. ഇദ്ദേഹവും ബോബി കൊല്ലി ഓൾറെഡി മുന്നേ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമൻ എസ് ആണ് എന്റെ മ്യൂസിക് ഡയറക്ടർ. നമുക്ക് ആ ഒരു ഗ്ലിംസ് വീഡിയോ കണ്ടുവെക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന തന്നെ ഭയങ്കര മാസമായിരുന്നു. പക്ഷെ അധികം വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല. ഇങ്ങനെ ഒരു അല്ലെ ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വലിയ കാര്യമായിട്ട് ഗണ്ണൊക്കെ എടുത്തിട്ട് വരുന്നതല്ല, അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ കാണിച്ചിട്ടുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. തോന്നുന്നുണ്ട്. അതിന്റെ ഓർമ്മ കിട്ടുന്നില്ല. കുറച്ച് റിയാക്ഷൻ ചെയ്തിട്ട് സ്പെഷ്യൽ മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഡേയില് അവരതെ സംഭവം ഇറക്കിയിട്ടുണ്ട്. എന്താന്ന് നോക്കാം. നമുക്ക് നേരെ തുടങ്ങാം. റെഡി? హెడ్సెట్ మస్ట్ ఆన్. దేవుడు చాలా మంచోడయ్యా, దుర్మార్గులకు కూడా వరాలిస్తాడు. వీళ్ళంతు చూడాలంటే కావాల్సిందే జాలి, దయ, కరుణ. ఇలాంటి పదాలకి అర్థమే తెలియని అసురుడు. മാസ് ഭയങ്കര മാസ്. ഇതന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഒരു ഷോട്ട് കണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സംഭവം തന്നെ. ബോബി കൊല്ലി ഫിലിം. എന്തായിരുന്നത് അല്ലേ? എന്തിലോട്ട് ഒരു രക്ഷയില്ല അല്ലെ? ബീജം ഒരു രക്ഷയില്ല. ട്രീറ്റ് ആൻഡ് മൈൽഡ്. ഇതെന്താ പറയാ, നമ്മളെ കാണിച്ചിരിക്കുന്ന ദ നറേഷൻ ഇസ് സംതിങ് ഡിഫറെന്റ്. നറേഷൻ പറയുന്ന ഡെമൺ എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് തോന്നുന്നത്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഡെമൺ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്ലിംസിന്റെ അകത്ത് കുറച്ച് എത്രയോ ആൾക്കാർ ഒരുമിച്ചെടുത്ത് ചട്ടക്കടാട് വെടിവെച്ച സംഭവം അടിക്കുന്ന കുത്തുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടി മൈൽഡാണ്. പറഞ്ഞ പോലെ മൈൽഡാണ്, ഡീസന്റ് ആണ്. ആള് പെട്ടിയൊക്കെ തൂക്കി വരികയാണ്. പിന്നെ പക്ഷെ പെട്ടിക്കകത്ത് എന്താണെന്നറിയോ? ഗണ്ണാണ്. ആയുധങ്ങൾ ഗണ്ണ് മാത്രമല്ല, ഫുൾ ഓഫ് ടൂൾസ്. എന്താണ് ആ ടൂൾ എടുക്കാനുള്ള കാരണം, സംഭവങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പറയാൻ പോകുന്നത്. സംഭവം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവീസിനകത്ത് സ്പെഷ്യാലിറ്റി വി ഹാവ് ഓൾറെഡി ടോൾഡ് മെനി വീഡിയോസ് ലൈക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു അദ്ദേഹത്തിന് കൂടുതലും അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്, ഗോഡ് ഓഫ് മാസസ് എന്നുള്ള രീതിയിലാണ്. കാരണം ആളുടെ ഒരു ഫേസിൽ ആ ഒരു BGM സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് മാസം തന്നെ വരും. നോ ലോജിക് സംഭവങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അതിനകത്ത് കുറെ ലോജിക്കൽ സാധനങ്ങളൊന്നും നോക്കാൻ നിൽക്കരുത്. ഓൺലി മാസ്, ഗോഡ് ഓഫ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗോഡ് ഓഫ് മാസ് കംപ്ലീറ്റ് മാസ് തിയേറ്റർ എക്സ്പീരിയൻസ്, ഗൂസ് ബംസ് ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രം ആ ഒരു സിനിമ കാണാന്നുള്ള രീതിയിൽ അങ്ങനത്തെ രീതിയിൽ നല്ല രസത്തിൽ വരാറുണ്ട്. അതും ബോബി കൊല്ലിയുടെ മൂവിയാകുമ്പോൾ എന്തായാലും ആ ഒരു സ്റ്റൈൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അഗെയിൻ ലൈക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ മൂവീസ് കാണേണ്ട രീതി നമ്മൾ ഒരു 1-2 വട്ടം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഇറ്റ്. പക്ഷെ എന്ന് വെച്ചാല് ജഡ്ജ്മെന്റ്സ് കുറെ ഉണ്ടാകും. കാരണം വെച്ചാൽ ബിക്കോസ് റൈറ്റ് നൗ ദ എറ ഓഫ് മൂവി വാച്ചിങ് അല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ് ആണ്. പണ്ടത്തെ പോലെ അല്ല, ഓൺലി മാസം മാത്രമല്ല നമുക്ക് വേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് അൺചേഞ്ച്ഡ് ആണ് അല്ലെ? പണ്ട് മുതലുള്ള ആ ഒരു സംഭവങ്ങൾ. പക്ഷെ മാക്സിമം ഹീസ് ട്രൈയിങ് ലൈക്ക് ആ ഒരു കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ് വരുന്ന സമയത്ത്, പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരുടെ കൂടെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അഖണ്ഡ പോലത്തെ മൂവിയും അല്ലെങ്കിൽ നമ്മൾ കേട്ടോ, അഖണ്ഡ കണ്ടിട്ടില്ല പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, നല്ല സിനിമയാണെന്നുള്ള. പിന്നെ നമ്മൾ വീരസിംഹറെഡ്ഡി ഓൾറെഡി നമ്മൾ സ്പെഷ്യലി നമ്മൾ വിറ്റ്നസ് ചെയ്താണ്. അപ്പൊ അതിന്റെ അകത്തൊക്കെ ആ ഒരു എലമെന്റ്സ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആയിരിക്കും വെയിറ്റേജ് കൂടുതൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ തമൻ എസിന്റെ മ്യൂസിക് എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആ ഒരു സാധനമൊക്കെ പ്രത്യേകിച്ച് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനം, മാരേജ് ആണെങ്കിൽ അതിന്റെ എല്ലാത്തിനും ഒരു ആ ഒരു വൈബ്, അതായത് എന്റർടൈൻമെന്റ് വൈബ് നല്ല രീതിയിൽ തന്നെ. പ്രത്യേകിച്ച് NBK തമൻ കോമ്പിനേഷൻ എപ്പോഴും നല്ല രസമാണ്. അത് ഇതിന്റെ അകത്തും കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദിസ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ബാലയ്യ. അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.